ചെയ്യുന്നത്. കട്ടപ്പന ആനകുത്തിയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. തേക്കടിയിൽ നിന്നെത്തിയ വനപാലകരാണ് പന്നിയെ വെടിവെച്ചത്. കണ്ണാക്കടത്തിൽ ബേബിച്ചന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പുലർച്ചെ കാട്ടുപന്നി വീണത്. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. സന്ദീപ്, പൊതുവിൽ കാട്ടുപന്നി ശല്യം കൂടുതലുള്ള പ്രദേശമാണോ ഇത്? ബെനിൽ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കിയുടെ മലയോര മേഖലയിലെല്ലാം തന്നെ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കുടിവെള്ള സ്രോതസ്സിനുള്ളിൽ തന്നെ ഒരു കാട്ടുപന്നി ഇന്ന് രാവിലെ വീണതായി കാണപ്പെടുന്നത്. തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളായിരുന്നു ഈ കാട്ടുപന്നി കുളത്തിൽ വീണ് കിടക്കുന്നതായി കാണുന്നത്. പിന്നീട് നാട്ടുകാർ മറ്റൊരു തരത്തിലും ഇതിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുമ്പോഴും കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയൊക്കെ ലഭിക്കും എങ്കിൽ പോലും നിലവിൽ ഈ ലൈസൻസ് ഉള്ള തോക്കുകളൊന്നും തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. ലൈസൻസ് ഉള്ള തോക്കുകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു മാർഗമില്ലാതെ വന്നതോടെ വനംവകുപ്പ് തന്നെ ഈ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുള്ള ആളുകളെ എത്തിച്ച് വെടിവെക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് വനപാലക സംഘം ഇവിടേക്ക് എത്തുകയും ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ കുളത്തിൽ വെച്ച് തന്നെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം കരയ്ക്കേക്ക് എടുക്കുകയും പുറത്തെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും അതിശക്തമായി വലിയ തോതിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുന്ന മേഖലയാണ് മലയോര മേഖല. കാട്ടുപന്നിക്കൊപ്പം തന്നെ കാട്ടുപോത്തും കുരങ്ങും അടക്കമുള്ള വന്യജീവികളുടെ രൂക്ഷമായി നേരിടുന്ന മേഖലയിലാണ് ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന കിണറ്റിൽ കാട്ടുപന്നി വീണത്. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്.